തക്കാളി വെച്ചിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ ഫേവറേറ്റ് ചമ്മന്തിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ചോറിന്റെ കൂടെ ഈ ഒരൊറ്റ ചമ്മന്തി മതിയാവും കേട്ടോ, ഒരുപാട് ചോറ് കഴിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വേണം. 2 പച്ചമുളകും എടുക്കാം. അപ്പൊ ചുവന്നുള്ളി ഒരു 6-7 എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 3-4 എടുക്കാം. ഇത്തിരി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് മുളകും പൊടി ഉപ്പും മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഈ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി കളറ് ചേഞ്ച് ആയി വന്നിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇളക്കിയെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീരെ വെള്ളം ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ഇതില് വെള്ളം ഉണ്ടാവും. മൂടി വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ കണ്ടോ, വെള്ളം തീരെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയതാണ്. ഇത് മൂടി വെക്കാതെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കയ്യിൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തക്കാളി ഉടച്ചു കൊടുക്കാം. ഏകദേശം വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അമ്മാമ്മയുടെ ഫേവറേറ്റ് തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ മാമന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഈ ചമ്മന്തി ഇത് മാത്രം മതി. ഒരുപാട് ചോറ് ഞങ്ങൾ കഴിക്കുമായിരുന്നു. അപ്പോൾ ചമ്മന്തിയുടെ വെള്ളമൊക്കെ മാറി ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചമ്മന്തിയാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ബൈ.